പുഷ്പ ടു അങ്ങനെ പുഷ്പ ടുവിൻ്റെ ട്രെയിലർ ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ്റെ പോർഷൻസ് ഇവിടെ കാണിക്കാത്തത്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ സിനിമയ്ക്കൊരു ഹൈപ്പ് ഉണ്ട്. തെലുങ്ക് സ്റ്റേറ്റിലായിക്കോട്ടെ, നോർത്തിലായിക്കോട്ടെ, മലയാളത്തിൽ ഒരു ഹൈപ്പ് ഉണ്ട്. ആ ഹൈപ്പിനനുസരിച്ച് ആ ട്രെയിലർ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ പറയാം. അതിനകത്ത് ഫഹദിൻ്റെ ഒരു എൻട്രി ഉണ്ട്. ഒരു ഹിന്ദി മ്യൂസിക് വെച്ചിട്ടൊരു എൻട്രി. അവരെങ്ങനെയാണ് ഈ ഒരു സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഓഫ് കോഴ്സ് ആദ്യം പറയേണ്ടത് ഇതിൻ്റെ ഇച്ചിരി വലിയൊരു ട്രെയിലറാണ്. എന്നാൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയുടെ വലിപ്പം എന്ന് പറയുന്നത് അത്രയും ഉണ്ട്. ഈ സിനിമ തന്നെ ഒരു ഡയലോഗായിട്ട് പറയുന്നുണ്ട്, നാഷണൽ അല്ല ഇൻ്റർനാഷണൽ ആണ്. സോ ഇത് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. പുതിയ പുതിയ ക്യാരക്ടേഴ്സും വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക്. ഡെഫിനറ്റ്ലി പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. കൂബ എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പുഷ്പ 1 തന്നെ അറിയാം. അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് പുഷ്പ 1ൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. ഈ ഒരു സിനിമയിൽ എൻ്റെ സിനിമാറ്റോഗ്രാഫി വേറെ ലെവലാണ്. ഇപ്പോൾ ഈ ഒരു ട്രെയിലർ കട്ടും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും പറയേണ്ടത് ഫഹദ് ആൻഡ് അല്ലു അർജുൻ, ഇവരുടെ രണ്ടുപേരുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. പുഷ്പ 1നെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പേഴ്സണലി എനിക്കും അങ്ങനെ കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ടൊരു സിനിമയൊന്നുമല്ല. പക്ഷേ ഈ ഒരു പടം പുഷ്പ 2 എന്ന് പറയുന്ന ഈ ഒരു പടം ഏത് റേഞ്ചിൽ പോകുമെന്നുള്ളതിന് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിലർ ഉള്ളത്. അല്ലു അർജുൻ്റെ ആ ഒരു സ്വാഗും അതൊക്കെ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട് അവർ. ഈ ഒരു പടത്തിൻ്റെ ഹൈപ്പ് എത്രയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വലിപ്പം എത്രയാണോ അതിനനുസരിച്ച് തന്നെ ഇത് വലുതാക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി രശ്മിക മന്ദാന പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഫസ്റ്റിനകത്തുള്ളതുപോലെ അല്ലാതെ ഇച്ചിരിയുടെ ഇമോഷണലൊക്കെ ഉള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് സുകുമാറിനെ പറ്റിയാണ്. അദ്ദേഹത്തിനെ പറ്റി എന്താ പറയുക, അപ്പം രാജമൗലിയൊക്കെ എനിക്ക് തോന്നുന്നു രാജമൗലിയോടൊപ്പമൊക്കെ പറയേണ്ട ഒരു ഡയറക്ടറാണ്. ഭയങ്കര ക്രാഫ്റ്റാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കിടിലൊരു ഡയറക്ടറാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് വർക്കായിരിക്കും പുഷ്പ 2 എന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മ്യൂസിക് ദേവ്ശ്രീ പ്രസാദാണ്. അദ്ദേഹം BGM മാറി മറ്റൊരാളാണെന്നൊക്കെ പറയുന്നു. പക്ഷേ അത് ട്രെയിലർ ഞാൻ കണ്ടില്ല. ഡെഫിനറ്റ്ലി ഒരു ഫാൻസിനൊരു ട്രീറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ട്രെയിലർ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് വളരെ വലുതായിട്ട് തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. എന്താ പറയുക, ട്രെയിലർ കാണിച്ചിട്ട് പടത്തിൻ്റെ അവസ്ഥ റീസെൻ്റ്ലി നമ്മൾ കാണുന്നതാണ്. ബട്ട് ഇതിങ്ങനെ ആകില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യാം.